മറ്റൊന്ന് 7 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജ് കോട്ടയാണ്. ആദ്യം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയതും കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിൽ 2 വട്ടത്തിൽ റെക്കോർഡിട്ടു. ഡോക്ടർ ജയപ്രകാശ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുണ്ട്. അതുപോലെ തന്നെ ഡ്രോമ ഐസിയിൽ ഏറ്റവും കൂടുതൽ കീഹോൾ സർജറി നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജ്. ആദ്യത്തെ ടെസ്റ്റ് ശിശു ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അതുപോലെ നിരവധി ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ ഇട്ടാണ് ആ മെഡിക്കൽ കോളേജ് ആതുര ശുശ്രൂഷ രംഗം. പെർ ഡേ 7000-ൽ പരം OP ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം വലിയ രൂപത്തിലുള്ള സൗകര്യം പാവങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതം ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ മെഡിക്കൽ കോളേജിനെ ആകെ ആക്ഷേപിച്ച് ആ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കം വരുന്നത് ഒരിക്കലും ഗുണകരമല്ല. എല്ലാവരും ചേർന്ന് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള അത് പരിശോധിച്ച് ഭാവിയിൽ ഇത്തരം സംഭവം ഉണ്ടാകാതിരിക്കാനും ഉണ്ടായതിൽ എന്തെങ്കിലും പിഴവുണ്ടോ എന്ന് പരിശോധിച്ച് ആ കാര്യത്തിൽ ആവശ്യമായ നടപടി ഇതല്ലേ അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇല്ല, മന്ത്രിമാർ പറഞ്ഞു അത് തെറ്റാണ് ആ വാർത്ത. ഞാൻ ചോദിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ നിങ്ങളാരും ഓടില്ലല്ലോ, ഞാൻ പോയല്ല. അവിടെ ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴേ മാധ്യമ പ്രവർത്തകർ ഇതുപോലെ മൈക്കുമായിട്ട് വന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിരുന്ന ഡോക്ടർമാരോടും ഫയർഫോഴ്സിനോടും ചോദിച്ചു എന്താ സംഭവം നിൽക്കുമ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ട് ഇതിന് സംഭവം ഉണ്ടായി, ഞങ്ങൾ 2 പേരെ എടുത്തിട്ടുണ്ട്, അവരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി, മറ്റു കുഴപ്പങ്ങളില്ല എന്നൊരു പറഞ്ഞിരുന്നു. പറഞ്ഞത് കേട്ട് ആ സംഭവം പറയുകയും മറ്റുള്ളത് പരിശോധിക്കാൻ പറയുക, അതല്ലേ ഞങ്ങളുടെ മുമ്പിലുള്ള വഴി. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ കണ്ടില്ല, കാണാത്തൊരു കാര്യം ഇവർ പറഞ്ഞത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ബാക്കി പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കുക, അല്ല നിർത്തിവെക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇല്ല അത് അദ്ദേഹം ആ സ്ഥലത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട അദ്ദേഹം സ്ഥലത്തില്ല. ഈ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞങ്ങളാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ JCB കൊണ്ടുവന്ന് വണ്ടി മാറ്റാൻ പറഞ്ഞത് ഞാനാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ച് ചോദിക്കാം, ഫയർഫോഴ്സ് ഓഫീസറെ വിളിക്കുക, ഞാൻ എന്താ പറഞ്ഞത്. അയാളെ വിളിച്ചു വരുത്തി ആരാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ പറഞ്ഞു. അപ്പം അവരുടെ സ്റ്റാഫ് വിളിച്ചുകൊണ്ട് വന്ന് ഓടി. അയാൾ നിർത്തി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ JCB വെച്ച് മാന്തി ബാക്കി പരിശോധിക്കാൻ പറയും. ഇതാണ് നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊടിച്ചിട്ടാണ് നിർത്തിവെക്കാൻ പറയുക. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നത് കേട്ടിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. അത് രാഷ്ട്രീയമാണ്. ഇല്ല സുഹൃത്തെ, നിങ്ങൾ അവിടെ ഇല്ലല്ലോ. അവിടെ ആ സമയത്ത് അദ്ദേഹവും ഇല്ല. ഈ പറഞ്ഞ ഞാൻ പറയട്ടെ അല്ല ഞാൻ പോയുള്ള അതെ ഞാൻ സംസാരിച്ച് മകളടക്കം പറയുന്നത് അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു തിരച്ചിൽ നടത്തുന്നതിലേക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സംവിധാനം മുഴുവൻ ചലിച്ചതെന്നാണ് പറയുന്നത്. അല്ലല്ല, ആ സംവിധാനം സാധിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് ഹിറ്റാച്ചി വെട്ടിപ്പൊളിച്ച് കെട്ടിടം പൊളിച്ച് അതിനകത്ത് കയറ്റിക്കൊണ്ടുവന്നത്. അല്ലെ അങ്ങനെ വരുമോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ഒന്നരത്തിനകത്ത് കയറി വരാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഏത് സമയത്തും ബാക്കിയൂടെ വീഴാമെന്ന് നിൽക്കുന്നു. അതിൻ്റെ കീഴിൽ നിന്ന് മനുഷ്യനെ കയറി ഏതെങ്കിലും ഒരു കല്ല് മാറ്റിയാൽ അല്ലെങ്കിൽ ഒരു പോള മാറ്റിയാൽ ബാക്കിയോട് ഇടിഞ്ഞ് മേലോട്ട് വീഴും. അപ്പോൾ യന്ത്രം കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഫയർഫോഴ്സും പോലീസും എല്ലാം അവിടെ ഉണ്ട്. നമ്മൾ ആരും പറയാതെ ഈ കാര്യം ചെയ്യുന്നവരാണ് ഈ 2 കൂട്ടരും. എത്രയോ വലിയ രൂപത്തിലുള്ള സുദീർഘമായ സേവനം ചെയ്യുന്നവരാണ് കേരളത്തിലെ ഫയർഫോഴ്സും പോലീസും. ഇത്തരം പ്രശ്നങ്ങളിൽ ആ ചെയ്യുന്ന കൂട്ടർ അവിടെ നിന്ന് അവർ ജാഗ്രതയോടുകൂടി ഇതിന് ചുറ്റുവലയം നിൽക്കുന്നുണ്ട്. ആ നിന്നിപ്പോൾ ഇതിൽ ഏതെങ്കിലും തൊട്ടാൽ ബാക്കി അവരുടെ നീട്ടുണ്ട്. അപ്പോൾ യന്ത്രം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോഴാണ് ഞങ്ങൾ ചെന്നിട്ട് നിർത്തി ആരാ ഫയർഫോഴ്സ് ഓഫീസർ എന്ന് വിളിച്ച് ചോദിച്ചു. ഇനി ആളാണെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. അയാളെ നിർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ പെട്ടെന്ന് ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB കൊണ്ടുവന്ന് മാറ്റി അടി കൂടെ പരിശോധിക്കാൻ പറഞ്ഞു. ചെയ്യാൻ സാധനം പറഞ്ഞിട്ട് അവർ അതിനുവേണ്ടി നിർദ്ദേശം കൊടുത്ത് നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, കാണുന്നില്ല ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ആ കാര്യത്തിൽ ഭംഗിയായിട്ട് ആക്ട് ചെയ്തു. അങ്ങനെയാണ് ഈ ഹിറ്റാച്ചി വന്നത്. അത് കയറ്റിക്കൊണ്ട് വരാനൊരു മാർഗം വേണ്ടേ?